പഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരരെ സുരക്ഷാ സേന കണ്ടെത്തിയെന്ന് സൂചന. തെക്കൻ കശ്മീരിലെ വനമേഖലയിൽ വെച്ച് ഭീകരരുമായി വെടിവെപ്പുണ്ടായെന്നും റിപ്പോർട്ടുകൾ. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും 11 മണിക്ക് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യക്കൊപ്പമാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രാജേഷ് ശ്രീനിവാസൻ ചേരുന്നുണ്ട്. രാജേഷ്, ഇതിനു മുമ്പ് തന്നെ അക്രമികളുടെ സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ തിരക്കിട്ട നീക്കങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള നിർണായക കൂടിക്കാഴ്ച ഇന്ന് 11 മണിക്ക് നടക്കും. ഇന്നലെ നടന്ന വിവിധ സേനാ മേധാവികളുമായി നടന്ന കൂടിക്കാഴ്ച പിന്നാലെയാണ് ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദികൾക്കെതിരെ ഒരു തുടർ നടപടി സ്വീകരിക്കാൻ അല്ലെങ്കിൽ വ്യക്തമായ കൃത്യമായ ഒരു മറുപടി നൽകാൻ ഈ ഒരു നിർണായക കൂടിക്കാഴ്ച ഇന്ന് 11 മണിക്ക് നടക്കുന്നത്. അതിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തുടർ ചലനങ്ങൾ ഇനി ഏതെല്ലാം രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഇതിന് വർദ്ധിച്ചു വരുന്ന ഭീകരാക്രമണത്തിൽ ഒരു മുന്നറിയിപ്പ്, ഒരു തിരിച്ചടി എങ്ങനെ നൽകാം എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ തീരുമാനം അല്ലെങ്കിൽ നിർണായക ചർച്ചയിൽ ഒരു തീരുമാനമായേക്കാം. അതേസമയം തന്നെ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള തിടുക്കട്ട നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന്റെ ഭാഗമായി അറബ് രാജ്യങ്ങളിൽ പാകിസ്ഥാനെ തുറന്നു കാട്ടാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി വിവിധ എം പിമാർ അറബ് രാജ്യങ്ങളിൽ സന്ദർശിച്ചേക്കാം. ഇതിന്റെ ഭാഗമായി ലോക രാജ്യങ്ങളിൽ തന്നെ ഈ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താനുള്ള തിരക്കിട്ട നീക്കം തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. എന്തായാലും ഈ പഹൽഗ്രാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഒരു പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്ന ഒരു സാഹചര്യമാണുള്ളത്. ഈ ഭീകരവാദത്തിനെതിരെ അല്ലെങ്കിൽ ഭീകരക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പമുണ്ടെന്ന കാര്യമാണ് ഇപ്പോൾ അമേരിക്ക വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച പ്രസ്താവനകളിൽ വ്യക്തമാകുന്നു. അതേസമയം തന്നെ പാകിസ്ഥാന് പിന്തുണയുമായി ഇപ്പോൾ തുർക്കിയും ചൈനയും രംഗത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ ഇപ്പോൾ ഒരു സൈനിക സഹായമായി ഈ ചൈന രംഗത്ത് വന്നൊരു സാഹചര്യമാണുള്ളത്. ന്യൂനത സൈനിക മിസൈലുകൾ പാക് വ്യോമസേനയ്ക്ക് നൽകിയിട്ടുണ്ടെന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാലും PL-15 എന്ന ദീർഘദൂര മിസൈലാണ് ഇപ്പോൾ പാകിസ്ഥാന് ചൈന ഈ ദീർഘ യുദ്ധകാലാടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ളത്. അങ്ങനെ തുർക്കിയും വിവിധ സൈനിക സാമഗ്രികൾ പാകിസ്ഥാന് എന്നൊരു സൂചനയാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അതേസമയം തന്നെ ഇന്ത്യയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ വിവിധ കരാറുകളിൽ ഇന്ന് ഒപ്പിടും. എന്തായാലും ഫ്രാൻസുമായി ഇന്നൊരു ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ വിവിധ മുന്നൊരുക്കങ്ങളുമായി അല്ലെങ്കിൽ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഇന്നൊരു റഫാൽ യുദ്ധവിമാനം വാങ്ങാൻ വേണ്ടി കരാറിൽ ഒപ്പിടും. അങ്ങനെ ഇന്ത്യയും സൈനിക ശേഷി വർദ്ധിപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ 26 പേരുടെ ജീവനെടുത്ത പഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട 4 പേർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ സുരക്ഷാ സേന. ഇന്ന് രാവിലെയോടെ തെക്കൻ കാശ്മീരിലെ വിവിധയിടങ്ങളിൽ ഈ ഭീകരരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ സുരക്ഷാ സേന ഈ പരിശോധന വ്യാപകമാക്കുകയാണ് അല്ലെങ്കിൽ ഊർജിതമാക്കുകയാണ്. ഇത് 4 തവണയോളം സുരക്ഷാ സേന ഈ ഭീകരരെ കണ്ടെത്തിയെന്നൊരു റിപ്പോർട്ടാണ് നിലവിൽ ഇപ്പോൾ പുറത്തു വരുന്നത്. അത് ഒരു അതീവ രഹസ്യ സ്വഭാവമുള്ള വിഷയമായതുകൊണ്ട് തന്നെ കൂടുതൽ വിവരങ്ങളൊന്നും സൈന്യം നിലവിൽ ഇപ്പോൾ പുറത്തുവിട്ടില്ല. എന്തായാലും ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ 26 പേരുടെ ജീവനെടുത്ത സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാനോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ ഒരു മുന്നറിയിപ്പ് നൽകാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യമാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് രാവിലെ 11 മണിയോടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കൂടി ഒരു നിർണായക കൂടിക്കാഴ്ച നടത്തും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാർത്തു. രാജേഷ്, അതുപോലെ തന്നെ ചൈന പാകിസ്ഥാന് പിന്തുണ നൽകിയത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ യോഗത്തിൽ ചർച്ചയാകുമെന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? പ്രധാനമായും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധങ്ങളിൽ പ്രധാനമായും പാകിസ്ഥാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു കാര്യമാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇത് കാലങ്ങളായി പാകിസ്ഥാൻ പിന്തുണ പ്രഖ്യാപിക്കുന്ന ചൈന വീണ്ടും ഒരു പ്രത്യക്ഷമായി തന്നെ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി ചൈന ഒരു അയൽപക്ക രാജ്യമായതുകൊണ്ട് അതിനപ്പുറം ഈ പാകിസ്ഥാൻ ആവശ്യമായ വിവിധ സൈനിക സാമഗ്രികളും യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള വിവിധ മുന്നൊരുക്കങ്ങളും തന്നെയാണ് ഇപ്പോൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് നൽകിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായും പാകിസ്ഥാന് ചൈനയുടെ സഹായം, അതായത് ചൈനയുടെ നൂതന മിസൈലുകൾ അടക്കമുള്ള
PL-15 ഇപ്പോൾ ചൈന പാകിസ്ഥാന് നൽകിയിരിക്കുന്നു. അതുപോലെ തന്നെ വിവിധ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ചൈന ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്തായാലും പാകിസ്ഥാന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മേലുള്ള കടന്നുകയറ്റം അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കാൻ പാകിസ്ഥാനോടൊപ്പം ചൈന നിലകൊള്ളുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം അല്ലെങ്കിൽ വിദേശകാര്യ മന്ത്രി വാങ്ങി ഇപ്പോൾ പുറപ്പെടുവിച്ച പ്രസ്താവനയിൽ പറഞ്ഞത്. അതിനൊരു മറുപടിയുമായി ഇന്ന് ഒരു നിർണായക കൂടിക്കാഴ്ച അല്ലെങ്കിൽ നിർണായക യോഗം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഒരു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ മറ്റൊരു രാജ്യം ഇടപെടുന്നതും അല്ലെങ്കിൽ ഇതുപോലൊരു പ്രസ്താവന പുറപ്പെടുവിക്കുന്നതും അത് മറ്റൊരു ആഗോളതലത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുമെന്നൊരു കാര്യം ചൂണ്ടിക്കാട്ടി ഇന്ത്യ ചൈനയ്ക്ക് ഇന്നൊരു പ്രധാന ഒരു മുന്നറിയിപ്പ് നൽകും അല്ലെങ്കിൽ ഒരു മറുപടി നൽകും. എന്തായാലും ചൈനയ്ക്ക് പുറമെ ഇപ്പോൾ തുർക്കിയും പാകിസ്ഥാന് വിവിധ ആയുധങ്ങൾ കൈമാറി എന്നൊരു വാർത്ത കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും 1996 യുദ്ധത്തിലും 1971 യുദ്ധത്തിലും ഇതുപോലെ തുർക്കിയും തുർക്കിയും ചൈനയും പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വന്നിരുന്നു. അതിനുശേഷം 26 പേരുടെ ജീവനെടുത്ത അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള 26 പേരുടെ ജീവനെടുത്ത സാഹചര്യത്തിൽ ഇപ്പോൾ ചൈനയും പാകിസ്ഥാനെ പിന്തുണമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നൊരു വാർത്തയാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തക്കതായ മറുപടി തന്നെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കും എന്നൊരു കാര്യമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി ഇന്നൊരു നിർണായക യോഗം ചേരും. അതേസമയം തന്നെ ഇന്ത്യയുടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഭീകരവാദത്തിനെതിരെ ഇന്ത്യ നൽകുന്ന തിരിച്ചടി മുന്നറിയിപ്പ് അതിന്റെ ഭാഗമായി ഇന്ന് പ്രധാനമന്ത്രിയും നിർണായക കൂടിക്കാഴ്ച നടത്തും. അത് ഇന്നലെ നടന്ന വിവിധ സേനാ മേധാവികളുമായി പ്രതിരോധ മന്ത്രി നടത്തിയ ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുമായുള്ള ഒരു കൂടിക്കാഴ്ച. ഇന്ന് 11 മണിയോടെ ഈ കൂടിക്കാഴ്ച നടത്തും എന്നൊരു കാര്യം, നിർണായക കൂടിക്കാഴ്ച നടത്തും എന്നൊരു കാര്യം കൂടി നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നു. കാർത്തു. ശ്രീ രാജേഷ് ശ്രീനിവാസനാണ് വിവരങ്ങളുമായി ചേർന്നത്. പഹൽഗാമിൽ വീണ്ടും വിനോദസഞ്ചാരികൾ എത്തിത്തുടങ്ങുന്നു. സഞ്ചാരികൾ വീണ്ടും എത്തിയതോടെ ഈ മേഖലയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസവും പ്രതീക്ഷയുമാണ് ഉയരുന്നത്. കടകളൊക്കെ തുറന്നു തുടങ്ങി. താഴ്വര ക്രമേണ സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. ഭീകരാക്രമണത്തിന് ശേഷം